ഇന്ന് ഞങ്ങൾ സാരി എടുത്തിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഫോട്ടോഷൂട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് മാത്രം പോയി ചെയ്യുന്നൊരു ചെറിയ പരിപാടി. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, ചേച്ചി മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രസ്സ് തയ്ച്ച് പരീക്ഷിക്കാമെന്ന്. ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം കോട്ടയം മാർക്കറ്റിൽ പോയി. അവിടെ നമ്മൾ വർഷങ്ങളായിട്ട് പഴക്കമുള്ള മീരാൻ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെടുത്തിരിക്കുന്നത് നൈറ്റിയുടെ മെറ്റീരിയലാണ് കേട്ടോ. അവൾക്ക് തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ മെറ്റീരിയൽ അവിടെ നിന്ന് എടുത്തു. അന്നേരമാണ് അമ്മൽ പറഞ്ഞത് എനിക്കൊരു നല്ല ഫ്രോക്ക് തയ്ക്കണം അമ്മായിന്ന്. അങ്ങനെ ഫ്രോക്കിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി ഇതേ ഞങ്ങൾ പരാഗിലെത്തി കേട്ടോ. അവിടെ വെച്ചിട്ട് അമലുവിന് എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് വേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വെള്ളം പോലെ ഒഴുകുന്ന മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇതാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ നല്ല കുറച്ച് ലേസ് എടുത്തു. ഈ ലേസ് എടുത്തു കഴിഞ്ഞപ്പോൾ അമലു, അമ്മ കുറച്ച് ലേസ് എനിക്കൂടെ കളിക്കാൻ വേണം, ജേണൽസ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഓക്കെ, അതിനുവേണ്ടി 10 സെൻറ്റിമീറ്റർ അതും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ലൈനിങ് എടുക്കാൻ വേണ്ടി താഴേക്ക് പോയപ്പോഴാണ് അവിടെ ഒരു നല്ല യെല്ലോ സാരി കിടക്കുന്നത്. എനിക്ക് ഈ ഓറഞ്ച് മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെല്ലാം ഒരു ചുരിദാറൊക്കെ തയ്ക്കാനൊക്കെ പറ്റിയ, അല്ലെങ്കിൽ ഷോളിനൊക്കെ പറ്റിയ നല്ല അടിപൊളി. ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത പരുവത്തിൽ പിന്നെ അവനെ ഓടിച്ചു വിട്ടു. പിന്നെയുള്ളത് ലൈനിങ് എടുക്കാനായിരുന്നു. താഴെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ക്ഷീണമായി. കാരണം രാവിലെ മുതൽ ഫോട്ടോ എടുക്കാനും അതും ഇതുമൊക്കെ വന്നപ്പോഴത്തേനും അപ്പടി ക്ഷീണിച്ചു പോയി. തിരിച്ചു വരുമ്പോഴാണ് മനസ്സിലായത് ദേവനോമ്പള്ളിയിൽ പെരുന്നാൾ നടക്കുവാണ്, അവിടെ റാസയുണ്ടെന്ന്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ റാസയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ റാസ കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് റാസ കടന്നു പോയെന്ന്. എന്നാലും വേണ്ടില്ല, പള്ളിയുടെ ഇടം വരെ ഒന്ന് പോയി, നമുക്കൊരു സമാധാനം. റാസ കണ്ടില്ലെങ്കിലും 4 പാക്കറ്റ് ഉഴുന്താടയും വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഉഴുന്താടയും നമ്മുടെ നൊസ്റ്റു ആണല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഡിന്നർ കഴിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഉഴുന്താട പിടിച്ചു. കാരണം പിള്ളേർക്കും ഇത് വലിയ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടിട്ട് എല്ലാവരും മത്സരിച്ചിരുന്ന് തിന്നുമായിരുന്നു. ഡിന്നറിന് ചോറും കറിയൊക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നാലും വരുന്ന വഴി ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് അതങ്ങ് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തു. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് സുകന്യ ഫ്രോക്ക് തയ്ക്കാനിരുന്നു. ചിക്കൻ റെഡിയായിട്ടും അവളുടെ ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നന്നായിട്ടാണ് അവൾ തയ്ച്ചുകൊണ്ടിരുന്നത്. എന്തായാലും എനിക്ക് വിശപ്പിൻ്റെ നല്ല വിളി വന്നതുകൊണ്ടിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറന്നു പോയിട്ടുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.